ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. മെഴ്സിഡീസ് ബെൻസിന്റെ പുതിയ എസ് ക്ലാസ് ഫേസ് ലിഫ്റ്റ് ഇന്ത്യയിലെത്തി. പ്ലഗ് ഇൻ ഹൈബ്രിഡ് സാങ്കേതികവിദ്യയും ആഡംബര ഫീച്ചറുകളുമാണ് വാഹനത്തിന്റെ പ്രധാന ആകർഷണം. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെഴ്സിഡീസ് ബെൻസ് തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായ എസ് ക്ലാസ് ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. പ്ലഗ് ഇൻ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി എത്തുന്ന ഈ ആഡംബര സെഡാന്റെ എക്സ് ഷോറൂം വില 2.20 കോടി രൂപ മുതലാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് മെഴ്സിഡീസ് ബെൻസ് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എസ് ക്ലാസ് മോഡൽ ഔദ്യോഗികമായി അവതരിപ്പിക്കുന്നത്. പുതിയ എസ് ക്ലാസിൽ പുതുക്കിയ ഫ്രണ്ട് ബമ്പർ, വലിയ എയർ ഇൻടേക്കുകൾ, പുതിയ അലോയ് വീലുകൾ, ആകർഷകമായ കളർ ഓപ്ഷനുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലെ പ്രധാന ആകർഷണം 3 ഡിജിറ്റൽ ഡിസ്പ്ലേകൾ ഉൾക്കൊള്ളുന്ന MBUX സൂപ്പർ സ്ക്രീൻ സെറ്റപ്പാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയുള്ള ഇൻഫോർടൈൻമെന്റ് സംവിധാനവും അത്യാധുനിക വോയിസ് അസിസ്റ്റന്റും വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നിലെ യാത്രക്കാർക്ക് കൂടുതൽ സുഖസൗകര്യം ഉറപ്പാക്കാൻ റിക്ലൈനിംഗ് എക്സിക്യൂട്ടീവ് സീറ്റുകൾ, ഹീറ്റിംഗ്, വെന്റിലേഷൻ, മസാജ് ഫീച്ചറുകൾ എന്നിവയും നൽകിയിട്ടുണ്ട്. ദീർഘദൂര യാത്രകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ലോങ് വീൽ ബേസ് ക്യാബിനാണ് വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത. 22 കിലോവാട്ട് മണിക്കൂർ ബാറ്ററി പാക്കുള്ള ഈ വാഹനം പൂർണ്ണ ചാർജിൽ പെട്രോൾ ഉപയോഗിക്കാതെ തന്നെ 100 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. യുവാക്കളെ ലക്ഷ്യമിട്ട് പുതിയ സ്മാർട്ട് ഫോൺ സീരീസുമായി OnePlus. N സീരീസിലെ ആദ്യ മോഡലായ OnePlus N6 ജൂൺ 30-ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ നീക്കവുമായി OnePlus. യുവ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് കമ്പനി പുതിയ N സീരീസ് അവതരിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഈ ശ്രേണിയിലെ ആദ്യ സ്മാർട്ട് ഫോണായ OnePlus N6 ജൂൺ 30-ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. എപ്പോഴും ഓൺലൈനായി തുടരുന്ന നെവർ ഓഫ് തലമുറയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ശ്രേണി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും OnePlus പറയുന്നു. വിലയുടെ കാര്യത്തിലും OnePlus വലിയ മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ കമ്പനിയുടെ പ്രീമിയം മോഡലുകൾ 50,000 രൂപയ്ക്കും അതിനു മുകളിലുമുള്ള വില വിഭാഗത്തിലാണുള്ളത്. എന്നാൽ പുതിയ N സീരീസ് ഏകദേശം 18,000 മുതൽ 25,000 രൂപ വരെയുള്ള മിഡ് റേഞ്ച് സെഗ്മെന്റിനെയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ സ്മാർട്ട് ഫോൺ വിഭാഗങ്ങളിൽ ഒന്നിലേക്കാണ് ഇതോടെ OnePlus പ്രവേശിക്കുന്നത്. മികച്ച പ്രകടനം, ദീർഘമായ ബാറ്ററി ലൈഫ്, ഫാസ്റ്റ് ചാർജിംഗ്, ഓക്സിജൻ OS അനുഭവം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഫോണായിരിക്കും OnePlus N6 എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിസൈൻ സംബന്ധിച്ച സൂചനകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. സ്ക്വയർ ആകൃതിയിലുള്ള ക്യാമറ മൊഡ്യൂളും മിനിമലിസ്റ്റിക് ഡിസൈനും ഉൾപ്പെടുന്ന രൂപകൽപ്പനയാണ് ഫോണിനുണ്ടാകുക. കറുപ്പും പച്ചയും ഉൾപ്പെടെയുള്ള കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിപണിയിൽ OnePlusന്റെ വളർച്ചാ പദ്ധതിയിലെ നിർണായക ഘട്ടമായാണ് N സീരീസിനെ വിലയിരുത്തുന്നത്. ഫ്ളാഗ്ഷിപ്പ്, നോഡ്, N സീരീസ് എന്നീ 3 വിഭാഗങ്ങളിലൂടെ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്താനാണ് കമ്പനിയുടെ ശ്രമം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മെഡിക്കൽ പ്രവേശന പരീക്ഷയിലെ തട്ടിപ്പുകൾ തടയാൻ ടെലഗ്രാമിന് നിയന്ത്രണം കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ജൂൺ 22 വരെ ഇന്ത്യയിൽ ടെലഗ്രാം താൽക്കാലികമായി വിലക്കിയിരിക്കുകയാണ്. രാജ്യത്ത് ടെലഗ്രാം പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. മെഡിക്കൽ പ്രവേശന പരീക്ഷയെ നീറ്റ് UG 2026 റീ എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ തട്ടിപ്പുകളും തടയുന്നതിനായാണ് ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 22 വരെ ആപ്പ് നിയന്ത്രിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശുപാർശയെ തുടർന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. പരീക്ഷാ തട്ടിപ്പ് സംഘങ്ങൾ ടെലഗ്രാം ഉപയോഗിച്ച് വ്യാജ ചോദ്യപേപ്പറുകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 21-ന് നടക്കുന്ന നീറ്റ് റീ എക്സാമിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുക ലക്ഷ്യമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ടെലഗ്രാമിലെ ചില സവിശേഷതകൾ, പ്രത്യേകിച്ച് സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ദുരുപയോഗം ചെയ്യപ്പെട്ടതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം ഡിജിറ്റൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ തട്ടിപ്പുകൾ തടയാനും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കാനുമുള്ള അനിവാര്യ നടപടിയാണിതെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.